പ്രൈസ് ദി ലോർഡ്. കർത്താവിൻ്റെ കൃപയാൽ എല്ലാവരും സുഖമായിരിക്കുന്നു വിശ്വസിക്കുന്നു. ഇന്നത്തെ ദൈവവചന സന്ദേശം സദൃശവാക്യം 13-ാം അധ്യായം 23-ാമത്തെ വാക്യമാണ്. നീതിമാന്മാർക്കോ നന്മ പ്രതിഫലമായി വരും എന്ന് വായിക്കുന്നു. പ്രതിഫലം തരുന്ന ഒരു ദൈവമുണ്ട്. അന്ന് സ്വർഗത്തിൽ ചെല്ലുമ്പോൾ പ്രതിഫലം തരും, ഭൂമിയിലായിരിക്കുമ്പോഴും പ്രതിഫലം തരും. നന്മ എന്നെല്ലാവരും പറയാറുണ്ട്. എനിക്ക് നന്മ ലഭിച്ചു എന്ന്. എനിക്ക് കിട്ടിയ ദൂത് നന്മയെന്ന് പറയുന്ന യേശു ക്രിസ്തുവാണ്. എൻ്റെ ജീവിതത്തിൽ, ഇരുളിൻ്റെ ജീവിതത്തിൽ നാശകരമായ കുഴി കിടന്ന് എന്നെ വിളിച്ചു വേർതിരിച്ചു. കർത്താവിൻ്റെ സ്നേഹം തന്നു. അവനായി എൻ്റെ ജീവിതത്തിലെ നന്മ. ആ നന്മയിൽ ഞാൻ സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യുന്നതോടൊപ്പം നിങ്ങളും സന്തോഷിക്കുകയും ആനന്ദിക്കുകയും ചെയ്യണം. വന്ന വഴി മറക്കരുത്. നമ്മളെവിടെ കിടന്നു, എങ്ങനെയായിരുന്നു എന്നുള്ളത് ചിന്തിക്കണം. ആ ചിന്ത നമുക്കുണ്ടാകണം. ഒരിക്കൽ ഒരു രാജാവ് കടൽപ്പുറത്തു കൂടി കടന്നു പോകുമ്പോൾ ഒരു കൊഞ്ചു വിൽപ്പനക്കാരിയെ കണ്ട് ഇഷ്ടപ്പെട്ടു, രാജകുമാരിയാക്കി. കുറേ കാലം കഴിഞ്ഞ് ആ രാജകുമാരിയൊത്ത് കടൽപ്പുറത്ത് വഴിയിലൂടെ നടന്നു പോകുമ്പോൾ വേറൊരു കൊഞ്ചു വിൽപ്പനക്കാരിയെ ഈ രാജകുമാരി കണ്ടിട്ട് രാജാവിനോട് ചോദിച്ചു, പ്രഭു, ഈ കൊഞ്ച് കടലിൽ വെച്ച് തന്നെ വളഞ്ഞതാണോ അതോ പിടിച്ച ശേഷം വളർത്തതാണോ? അപ്പോൾ രാജാവ് പറഞ്ഞു, നീ ഇവിടെ ഇറങ്ങിക്കോ, നീ ഇതിനെക്കുറിച്ച് പഠിച്ചിട്ടൊക്കെ വന്നാൽ മതി എന്ന് പറഞ്ഞു. പ്രിയരെ, നമ്മളെ ഇതിൽ കൂടെ നമുക്ക് തരുന്നൊരു പാഠം, വന്ന വഴി മറക്കരുത്. നമ്മൾ എങ്ങനെയായിരുന്നു എന്നുള്ളത് മറന്ന് ഉള്ളൊരു ജീവിതമാകരുത്. നമുക്ക് ഭക്ഷിക്കാം, നമ്മുടെ സ്വന്തം കാശുകൊണ്ട് ഭക്ഷണം മേടിച്ച് കഴിക്കാം, പക്ഷേ അമിത ഭക്ഷണമാകരുത്. ജീവിതത്തിൽ എല്ലാവരും കൂട്ടുകാരായിട്ടും സ്വന്തക്കാരായിട്ടും ബന്ധക്കാരായിട്ടും ഒക്കെ ഉണ്ടാകും. പക്ഷേ സമയത്ത് ഒരാപത്തോ പ്രയാസം വരുമ്പോൾ ആരും കാണത്തില്ല കേട്ടോ. അതുകൊണ്ട് എപ്പോഴും കൂടെയുള്ളത് യേശു മാത്രമാണ്. ആ പ്രതിഫലം തരുന്ന കർത്താവിന് പ്രതിഫലം കിട്ടാൻ വേണ്ടി എന്തെങ്കിലുമൊക്കെ നമ്മൾ ഈ ലോകത്ത്, ഈ ഭൂമിയിൽ ചെയ്യണം. കിട്ടുന്ന തന്ന നന്മ, കർത്താവ് തന്ന സാമ്പത്തിക നന്മയുണ്ടല്ലോ, കർത്താവാണ് നന്മ. അപ്പോൾ തന്നെ കർത്താവ് തന്നിരിക്കുന്ന നന്മയാകുന്ന സാമ്പത്തികം കൊണ്ടും നമ്മുടെ ആരോഗ്യം കൊണ്ടും നമ്മുടെ സമയം കൊണ്ടും നമുക്ക് എന്തെല്ലാം കർത്താവിന് വേണ്ടി ചെയ്യാം, അതെല്ലാം ചെയ്താൽ നല്ല പ്രതിഫലത്തിന് ഉടമകളാകാം. ദൈവം നമ്മളെ സഹായിക്കും. അത് മനസ്സിലാക്കി കൃപയിലിക്കുവാൻ എല്ലാവരെയും ദൈവം ഈ വചനം, ഈ സന്ദേശം അനുഗ്രഹപ്രദമാക്കി തീർക്കട്ടെ. കർത്താവ് എല്ലാവരെയും സഹായിക്കട്ടെ. ആമേൻ.